ഹലോ ഫ്രണ്ട്സ്, പ്രിൻഷ സ്റ്റഡി ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് LDCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. ഉത്തരം ഓപ്ഷൻ എ നെയ്യാർ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. ഉത്തരം ഓപ്ഷൻ എ ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഡൽഹി സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. അടുത്ത ക്വസ്റ്റ്യൻ, വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജ്യത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി തുളുവ. അടുത്ത ക്വസ്റ്റ്യൻ, കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ ബി കാവേരി. കബനി ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി കാവേരി. അടുത്ത ക്വസ്റ്റ്യൻ, ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം ഓപ്ഷൻ ഡി അസം. അസമിലെ നൃത്തരൂപമാണ് ബിഹു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി KM പണിക്കർ. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് KM പണിക്കരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി കൽപ്പാക്കം, കർണാടകം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ സി ചൗ എൻ ലായ്. ചൗ എൻ ലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ എ 2005. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമാണ് 2005. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ എ രംഗനാഥ മിശ്ര. രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി 24-ാം അനുച്ഛേദം. ഭരണഘടനയുടെ 24-ാം അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി പ്രകാശ് ജാവേദ്കർ. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രിയാണ് പ്രകാശ് ജാവേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനമാണ് ബ്രസൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, 1857-ലെ വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ബഹദൂർ ഷാ രണ്ടാമൻ. 1857-ലെ വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്?
ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ഖേലോ ഇന്ത്യ. അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് ഖേലോ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി 4. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ 4 ഔദ്യോഗിക അംഗങ്ങളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി ആശ്രയ. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 1993. 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിമോചന സമരം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1959. 1959 വിമോചന സമരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യൻ, 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി നീതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരാണ് നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് സുസ്ഥിര വികസനം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം. ഉത്തരം ഓപ്ഷൻ ബി ഇലക്ട്രോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേര്. ഉത്തരം ഓപ്ഷൻ ഡി ഹേമറ്റേറ്റ്. ഇരുമ്പിൻ്റെ പ്രധാന അയിരിൻ്റെ പേരാണ് ഹേമറ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടിക ഗ്രൂപ്പുകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ സി 18. പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടികകളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി 18 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി സിലിക്ക. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സിലിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? ഉത്തരം ഓപ്ഷൻ സി വായു. വായുവിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണിത്? ഉത്തരം ഓപ്ഷൻ ഡി 3. ഐസക് ന്യൂട്ടൻ്റെ 3ാമത്തെ ചലന നിയമമാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ എ 8. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണമാണ് 8. അടുത്ത ക്വസ്റ്റ്യൻ, ജലം ഐസാകുന്ന താപനില. ഉത്തരം ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസാകുന്ന താപനിലയാണ് 0 ഡിഗ്രി
സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഡെസിബൽ. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ എ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ സെറിബെല്ലം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? ഉത്തരം ഓപ്ഷൻ ബി പോളിയോ. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് പോളിയോ എന്ന രോഗത്തിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയൻ സ്ക്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ എ തെങ്ങ്. മലയൻ സ്ക്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ തെങ്ങ്. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ലൂയി പാസ്റ്റർ. ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ തിമിരം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. അടുത്ത ക്വസ്റ്റ്യൻ, 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത ആര്? ഉത്തരം ഓപ്ഷൻ സി വാങ്കാരി മത്തായി. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിതയാണ് വാങ്കാരി മത്തായി. അടുത്ത ക്വസ്റ്റ്യൻ, രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ശ്വേതരക്താണുക്കൾ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് ശ്വേതരക്താണുക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി മണ്ടത്തം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചിഹ്നം തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ഭിത്തിക. തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഭിത്തിക. അടുത്ത ക്വസ്റ്റ്യൻ, വികലമല്ലാത്ത പ്രയോഗം ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി സമകാലികൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോടിമുണ്ട് ഇതിൽ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. കോടിമുണ്ടിനാണ് അടിവരയിട്ടത്. അതിൻ്റെ ആ പദത്തിൻ്റെ അർത്ഥമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. കോടിമുണ്ട് എന്ന പദത്തിൻ്റെ അർത്ഥം പുതിയ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, പുതിയ. അടുത്ത ക്വസ്റ്റ്യൻ, ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ എ അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിപ്പിക്കുക എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ മായൻ. മായനാണ് ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനെയാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ ശ്രീകുമാരൻ. ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാരനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ എ രാജബാധ. ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് രാജബാധ. അടുത്ത ക്വസ്റ്റ്യൻ, വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി വിഴുപ്പലക്കുക. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലിയാണ് വിഴുപ്പലക്കുക. അടുത്ത ക്വസ്റ്റ്യൻ,
ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ ബി അപ്രിയ സത്യം. ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥമാണ് അപ്രിയ സത്യം.